നമസ്കാരം. ഓൺലൈൻ വാർത്തകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 2024 ഓഗസ്റ്റ് 10 ശനിയാഴ്ച. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 47 വാർത്തകൾ വായിക്കുന്നത് ഷമീന തിരുവനന്തപുരത്ത് നിന്നും. വാർത്തകളിലേക്ക്. ജൂണിൽ അവസാനിച്ച ആദ്യ പാദത്തിൽ 76.5% വളർച്ചയോടെ 174.23 കോടി രൂപ നേടി പൊതുമേഖലാ സ്ഥാപനമായ കൊച്ചിൻ ഷിപ്പ്യാർഡ്. പാരീസ് ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ ജേതാവായ ഇന്ത്യൻ ഹോക്കി താരം PR ശ്രീജേഷിന് IAS നൽകണമെന്നാവശ്യപ്പെട്ട് കേരള ഒളിമ്പിക് അസോസിയേഷൻ മുഖ്യമന്ത്രി പിണറായി വിജയന് കത്ത് നൽകി. മറ്റൊരു മലയാളി താരത്തിനും അവകാശപ്പെടാനില്ലാത്ത നേട്ടങ്ങളുടെ പെരുമയാണ് ശ്രീജേഷിന്റെ ഇതിഹാസ തുല്യമായ കായിക ജീവിതത്തിലെന്ന് കത്തിൽ പറയുന്നു. നിലവിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ ജോയിന്റ് ഡയറക്ടറാണ് ശ്രീജേഷ്. ഭാരപരിശോധനയിൽ പരാജയപ്പെട്ടെന്ന് ചൂണ്ടിക്കാട്ടി ഒളിമ്പിക്സിൽ നിന്ന് അയോഗ്യയാക്കിയതിനെതിരെ ഇന്ത്യൻ ഗുസ്തി താരം വിനേഷ് ഫോഗട്ട് നൽകിയ അപ്പീലിൽ ലോക കായിക തർക്ക പരിഹാര കോടതിയിൽ വാദം പൂർത്തിയായി. വിനേഷ് ഫോഗട്ടിനെ പ്രതിനിധീകരിച്ച് മുൻ സോളിസിറ്റർ ജനറൽ ഹരീഷ് സാൽവെ കോടതിയിൽ ഹാജരായി. ഒളിമ്പിക് ഗെയിംസിന്റെ സമാപന ചടങ്ങിന് മുന്നോടിയായി വിനേഷ് ഫോഗട്ടിന്റെ അപ്പീലിൽ വിധി പുറപ്പെടുവിക്കുമെന്ന് കോടതി വ്യക്തമാക്കി. ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചേക്കുമെന്ന US മുന്നറിയിപ്പുകൾക്കിടെ ടെൽ അവീവിലേക്കുള്ള വിമാനങ്ങൾ റദ്ദാക്കി എയർ ഇന്ത്യ. ഇസ്രായേൽ തലസ്ഥാനമായ ടെൽ അവീവിലേക്കും തിരിച്ചുമുള്ള വിമാന സർവീസുകളാണ് റദ്ദാക്കിയത്. യാത്രക്കാർക്ക് മുഴുവൻ തുകയും തിരിച്ചു നൽകുമെന്നും എയർ ഇന്ത്യ പ്രസ്താവനയിൽ അറിയിച്ചു. ഇറാഖിൽ പെൺകുട്ടികളുടെ വിവാഹപ്രായം 9 വയസ്സാക്കാനും ആൺകുട്ടികളുടെ വിവാഹപ്രായം 15 വയസ്സാക്കാനും തീരുമാനം. നിയമ ഭേദഗതി ഉടൻ ദേശീയ പാർലമെന്റിൽ അവതരിപ്പിക്കും. പുതിയ നീക്കം ഇറാഖിനെ പിന്നോട്ടടിക്കുമെന്ന് മനുഷ്യാവകാശ സംഘടനയായ ഹ്യൂമൻ റൈറ്റ് വാച്ച് പറഞ്ഞു. പെൺകുട്ടികളുടെ ആരോഗ്യം, വിദ്യാഭ്യാസം, ക്ഷേമപ്രവർത്തനങ്ങൾ എന്നിവയെ നിയമ ഭേദഗതി ബാധിക്കുമെന്ന് മനുഷ്യാവകാശ സംഘടനകളും ആരോപിക്കുന്നു. മദ്യനയ കേസിൽ ജാമ്യം ലഭിച്ചതിന് പിന്നാലെ മുൻ ദില്ലി ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി. 17 മാസത്തോളം തിഹാർ ജയിലിൽ തടവിൽ കഴിഞ്ഞ ശേഷമാണ് പുറത്തിറങ്ങുന്നത്. AAP പ്രവർത്തകരും നേതാക്കളും സ്വീകരിക്കാൻ എത്തിയിരുന്നു. ജയിലിന് പുറത്തുള്ള പ്രവർത്തകരെ സിസോദിയ അഭിവാദ്യം ചെയ്തു. ജയിലിന് പുറത്തിറങ്ങിയ സിസോദിയ കെജ്രിവാളിന് ജയ് വിളിച്ചു. ഭരണഘടനയുടെ വിജയമാണിതെന്നും പിന്തുണയ്ക്ക് നന്ദിയെന്നും സിസോദിയ പറഞ്ഞു. പലസ്തീൻ ഐക്യദാർഢ്യ പരിപാടിക്കിടെയുണ്ടായ അറസ്റ്റ് നടപടിയിൽ കേന്ദ്ര സർക്കാരിനും ദില്ലി പോലീസിനുമെതിരെ രൂക്ഷ വിമർശനവുമായി CPI നേതാവ് ആനി രാജ. ആദ്യമായാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഇത്തരമൊരു അസാധാരണ നടപടി ഉണ്ടാകുന്നത് എന്നും അവർ കൂട്ടിച്ചേർത്തു. ആന്ധ്രാപ്രദേശിൽ ഗൂഗിൾ ക്യാമ്പസ് സ്ഥാപിക്കാൻ ധാരണ. മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവാണ് ഇക്കാര്യം അറിയിച്ചത്. ഗൂഗിളിന്റെ YouTube അക്കാദമിയാണ് അമരാവതിയിൽ തുടങ്ങുകയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഒളിമ്പിക് സമാപന ചടങ്ങിൽ PR ശ്രീജേഷ് ഇന്ത്യൻ പതാക വഹിക്കും. ജാവലിൻ ത്രോയിൽ വെള്ളി സമ്മാനിച്ച നീരജ് ചോപ്രയോട് സംസാരിച്ചതിന് ശേഷമാണ് തീരുമാനം എന്ന് PT ഉഷ വ്യക്തമാക്കിയിരുന്നു. ശ്രീജേഷിന്റെ പേര് അങ്ങോട്ട് നിർദ്ദേശിക്കാൻ ഇരിക്കുകയായിരുന്നു എന്ന് നീരജ് മറുപടി പറഞ്ഞതായി ഉഷ പറഞ്ഞു. ഇന്ത്യൻ ഹോക്കിക്ക് ശ്രീജേഷ് നൽകിയ സംഭാവനയ്ക്കുള്ള ആദരമെന്ന് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷനും വ്യക്തമാക്കി. പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയുടെ കീഴിൽ നിർമ്മിക്കുന്ന വീടുകളുടെ മുന്നിൽ പദ്ധതിയുടെ ലോഗോ പ്രദർശിപ്പിക്കണമെന്ന നിബന്ധനയിൽ മാറ്റമില്ലെന്ന് കേന്ദ്ര ഭവന നഗരകാര്യ മന്ത്രി തൊക്കാൻ സാഹു രാജ്യസഭയിൽ അറിയിച്ചു. ബ്രാൻഡിംഗ് നൽകുന്നത് വിവേചനത്തിന് ഇടയാക്കും എന്നാണ് സംസ്ഥാന സർക്കാരിന്റെ അഭിപ്രായം. അതോടൊപ്പം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് 4 വിഭാഗങ്ങളിലായാണ് സഹായം അനുവദിക്കുന്നതെന്നും കേന്ദ്ര ഭവന നഗരകാര്യ മന്ത്രി വ്യക്തമാക്കി. രാജ്യസഭാ ചെയർമാൻ ജഗദീപ് ധൻഖറിനെതിരെ ഇംപീച്ച്മെന്റ് നീക്കവുമായി പ്രതിപക്ഷം. ജയാ ബച്ചനുമായി ധൻഖർ നടത്തിയ വാക്കേറ്റത്തിന് പിന്നാലെയാണ് പ്രതിപക്ഷ നീക്കം. പ്രതിപക്ഷത്തെ നിരന്തരം അപമാനിക്കുന്ന ധൻഖറെ നീക്കണമെന്നാണ് ആവശ്യം. പ്രമേയത്തിന്മേലുള്ള നീക്കം തുടങ്ങിയതോടെ സമ്മേളനം വെട്ടിച്ചുരുക്കി രാജ്യസഭ പിരിഞ്ഞു. രാജ്യസഭയിൽ സമാജ്വാദി പാർട്ടി MP ജയാ ബച്ചനും രാജ്യസഭ അധ്യക്ഷൻ ജഗദീപ് ധൻഖറും തമ്മിൽ വാക്കേറ്റം. ചെയർമാന്റെ ശരീരഭാഷ ശരിയല്ലെന്ന് ജയാ ബച്ചനും സെലിബ്രിറ്റി ആയതുകൊണ്ട് ജയാ ബച്ചൻ വായിൽ തോന്നിയത് പറയരുതെന്നും മര്യാദഘട്ട പരാമർശം അസഹനീയമാണെന്നും ധൻഖറും പറഞ്ഞു. നിങ്ങളുടെ സംസാര രീതി ശരിയല്ല എന്ന് ജയാ ബച്ചൻ പറഞ്ഞതോടെ ജയാ ബച്ചൻ നടിയാണെങ്കിൽ താൻ സഭയിലെ സംവിധായകനാണെന്നും സംവിധായകൻ പറയുന്നത് കേൾക്കണമെന്നും ധൻഖർ പറഞ്ഞു.
ഏകാധിപത്യവും ഫാസിസവും ഒരിക്കലും വിജയിക്കില്ലെന്നും അതിനെതിരായി ഇന്ത്യൻ ജനത പ്രതികരിച്ചതിന് ഉദാഹരണമാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഫലമെന്നും കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല. KPCC ആസ്ഥാനത്ത് നടന്ന ക്വിറ്റ് ഇന്ത്യ അനുസ്മരണം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. കണ്ണൂർ സെൻട്രൽ ജയിലിൽ തടവുകാരൻ തലക്കടിയേറ്റ് കൊല്ലപ്പെട്ട സംഭവത്തിൽ സഹതടവുകാരൻ അറസ്റ്റിൽ. പാലക്കാട് സ്വദേശിയായ 76-കാരൻ വേലായുധനെയാണ് ടൗൺ പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഊന്നുവടി കൊണ്ടുള്ള അടിയേറ്റ് കോളയാട് സ്വദേശിയായ തടവുകാരൻ 86 വയസ്സുള്ള ആൾ കൊല്ലപ്പെട്ടത്. മോഹൻലാലിനെ എന്നല്ല അമ്മയിലെ ഒരംഗത്തിനെയും വ്യക്തിപരമായി അധിക്ഷേപിക്കാൻ സമ്മതിക്കില്ലെന്ന് അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദീഖ്. വയനാട് ദുരന്ത മേഖലയിൽ സന്ദർശനം നടത്തുകയും സഹായം വാഗ്ദാനം ചെയ്യുകയും ചെയ്ത നടൻ മോഹൻലാലിനെ ചെകുത്താൻ എന്ന പേരുള്ള തന്റെ ചാനലിലൂടെ യൂട്യൂബർ അജു അലക്സ് അധിക്ഷേപിച്ചിരുന്നു. ഇതിനെതിരെ പോലീസിൽ പരാതി നൽകിയതിനെക്കുറിച്ച് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു സിദ്ദീഖ്. കേരളത്തിൽ അടുത്തടുത്ത 5 ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, മലപ്പുറം എന്നീ 5 ജില്ലകളിൽ നാളെ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. 12-ാം തീയതി പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിലും 13-ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി എന്നീ ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രകൃതി ദുരന്തങ്ങൾ ഒഴിവാക്കുന്നതിന് കേരളത്തിൽ ആകെ പരിസ്ഥിതി ഓഡിറ്റിംഗ് നടത്തേണ്ടതുണ്ടെന്ന് ഹൈക്കോടതി. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ സ്വമേധയാ എടുത്ത ഹർജിയിലാണ് ഡിവിഷൻ ബെഞ്ച് ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. അതേസമയം വിഷയത്തിൽ സർക്കാർ നിലപാട് അറിയിക്കാൻ അഡ്വക്കേറ്റ് ജനറൽ കെ ഗോപാലകൃഷ്ണക്കുറുപ്പ് സമയം തേടി. വയനാട്ടിൽ എവിടെയും ഭൂകമ്പം ഉണ്ടായിട്ടില്ലെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും നാഷണൽ സെന്റർ ഫോർ സീസ്മോളജി ഡയറക്ടർ OP മിശ്ര പറഞ്ഞു. വയനാട്ടിൽ ഭൂമി പാളികളുടെ നീക്കം ആണ് ഉണ്ടായതെന്നും ഇതുമൂലമായിരിക്കാം പ്രകമ്പനം അനുഭവപ്പെട്ടതെന്നും അദ്ദേഹം പറഞ്ഞു. സാധാരണഗതിയിൽ ഉരുൾപൊട്ടലിന് ശേഷം ഇത്തരം നീക്കങ്ങൾ ഉണ്ടാകാറുണ്ടെന്നും അതിൽ ഉണ്ടായ ശബ്ദമാണ് കേട്ടതെന്നും കേരളത്തിൽ സ്ഥാപിച്ചിട്ടുള്ള ഒരു ഭൂകമ്പ മാപിനിയിലും കേരളത്തിലോ വയനാട്ടിലോ ഭൂചലനം രേഖപ്പെടുത്തിയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. വയനാട്ടിലും കോഴിക്കോട്ടും പാലക്കാട്ടും മലപ്പുറത്തും ഭൂമിക്കടിയിൽ നിന്ന് പ്രകമ്പനമുണ്ടായതായി റിപ്പോർട്ട്. വയനാട് ഉരുൾപൊട്ടൽ ഉണ്ടായതിനു കാരണം കർഷകരല്ലെന്നും ആഗോളതാപനം, നിബിഡ വനമേഖലയിലുണ്ടായ അതിതീവ്ര മഴ തുടങ്ങിയവയാണ് കാരണമെന്നും സീറോ മലബാർ സഭ തലശ്ശേരി അതിരൂപത ബിഷപ്പ് ജോസഫ് പാംബ്ലാനി. ഗാഡ്ഗിൽ റിപ്പോർട്ടിന്റെയും കസ്തൂരി രംഗ റിപ്പോർട്ടിനെയും എതിർത്ത മുൻ നിലപാടിൽ മാറ്റമില്ലെന്നും ഈ റിപ്പോർട്ടുകൾ നടപ്പിലാക്കാത്തതാണ് ദുരന്തത്തിന് കാരണമെന്ന വാദം ദുരന്തത്തെ നിസാരവൽക്കരിക്കുന്നതിന് തുല്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. പാറമട ഖനനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഇത്തരം മേഖലയിൽ തടസ്സമുണ്ടായില്ലെന്നത് വിരോധാഭാസമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ തൃശൂരിൽ ഓണത്തിന് നടത്താറുള്ള പ്രശസ്തമായ പുലിക്കളിയും കുമ്മാട്ടിക്കളിയും ഉൾപ്പെടെയുള്ള ഓണാഘോഷങ്ങൾ ഒഴിവാക്കാൻ ഇന്നലെ ചേർന്ന കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗം തീരുമാനിച്ചു. കേരളം ഇന്നുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്ന് വയനാട്ടിലുണ്ടായ സാഹചര്യത്തിൽ ആഘോഷ പരിപാടികൾ ഒഴിവാക്കാൻ കൂട്ടായ തീരുമാനം എടുക്കുകയായിരുന്നുവെന്ന് കോർപ്പറേഷൻ അധികൃതർ അറിയിച്ചു. വയനാട് ദുരന്തത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് നഷ്ടപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ എത്രയും വേഗം നൽകാൻ അദാലത്തുകൾ സംഘടിപ്പിക്കും. പാഠപുസ്തകവും ലാപ്ടോപ്പും അടക്കമുള്ള ഡിജിറ്റൽ പഠന സാമഗ്രികളും നഷ്ടപ്പെട്ടവർക്ക് അവ നൽകാൻ സംവിധാനവും ഉണ്ടാക്കും. ഈ പ്രവർത്തനങ്ങൾ കോളേജ് വിദ്യാഭ്യാസ വകുപ്പും സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പും ചേർന്ന് ഏകോപിപ്പിക്കും എന്നും മന്ത്രി പറഞ്ഞു. ഇതോടുകൂടി എന്റെ വാർത്താ വായന ഇവിടെ പൂർണ്ണമാവുകയാണ്. എന്റെ വാർത്താ വായന കേട്ടിരുന്ന എന്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്മ നിറഞ്ഞ നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഓവർ ടു സച്ചു.